നമസ്തേ. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ചാണ് പറയണത്. അപ്പോ നമ്മുടെ രാവുണ്ണി നായർ പഴയൊരു കൃഷിക്കാരനാണ്, പഴയ ജമ്മിയാണ്. ആൾക്കൊരു മകനുണ്ട്, ചന്ദ്രൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളും ഉണ്ട്. കവി പാടിയ പോലെ മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങും ഇളം കവുങ്ങും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛനെ സഹായിക്കാനായിട്ട് ചന്ദ്രൻ പോവും, പാടത്തേക്ക് പോകും. അതിനിരിക്കെ ചന്ദ്രന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു, ഒരു കുട്ടിയായി. കുട്ടിക്ക് ഒരു 5 വയസ്സായി കൊണ്ടൊരു സ്കൂളിൽ ഇറങ്ങാൻ പോവാണ്. രാവണ നായർക്കാണ് വയസ്സായി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. പിന്നെ വൃത്തി വെടുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പോ ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി ചന്ദ്രന് പേരായിട്ട് പൗർണമി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ പാടത്തേക്ക് പോകും. അപ്പോ അച്ഛനെ കഴിക്കാൻ വേണ്ടി കുത്തുവാളയിലാണ് കഞ്ഞി കൊടുക്കുക. ആ കുത്തുവാള കുത്തേണ്ടത് ഡ്യൂട്ടി ചന്ദ്രന്റെയാണ്. ചന്ദ്രൻ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ വാള കുത്തി ഭാര്യേനെ ഏൽപ്പിക്കും. കുത്തുവാളയിലാണ് കഞ്ഞി കൊടുക്കുക. അങ്ങനെ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കും, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞാൽ മകനെ ഒരു വിളിയുണ്ട്, കണ്ണാ എന്താ അമ്മേ, അച്ചാച്ചന്റെ പാടെടുത്ത് കളഞ്ഞോ? ഓ ഞാൻ എപ്പോഴേ കളഞ്ഞു അമ്മേ പറയും. കണ്ണൻ അത് കൊണ്ട് വൃത്തിയായി കഴുകി സൂക്ഷിച്ചു വെക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. രാവുണ്ണി നായർ നമ്മളോട് വിട പറഞ്ഞു, ഒരു മേടമാസം അവസാനം. അതും കഴിഞ്ഞ് വീണ്ടും മഴക്കാലം ആവാറായി. മഴക്കാലം ആവാറായപ്പോൾ ആശാരിയെ വിളിക്കണം. അവിടുത്തെ പഴയ ഒരു ആശാരിയാണ്, ആശാരി ഇട്ടപ്പനാശാരി. ചന്ദ്രൻ പോയി ആശാരിനെ കണ്ടു. മൂത്താശാരി, അച്ഛനൊക്കെ പോയി, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വേണ്ടേ? അപ്പോൾ എന്തായാലും പെരയൊന്ന് പൊളിച്ചു വേണം, ഒന്ന് വരിക. എന്താ ചന്ദ്ര, ഞാൻ വരാലോ. ദിവസം ആശാരി വന്നു. എന്തായാലും മുകളിൽ തന്നെ ആദ്യം പൊളിക്കാം. കെട്ടിന്റെ മുകളിൽ കയറിയപ്പോ ഇട്ടപ്പനാശാരി നീട്ടി വിളിച്ചു, ചന്ദ്രോ ഒന്നിങ്ങോട്ട് വരിക. എന്താ അത്, കാല് വെക്കാൻ ഒരു ഇത്തിരി സ്ഥലം പോലും ബാക്കിയില്ലല്ലോ. അതെന്താ, അപ്പടി ചെതലാണോ? ചെതലൊന്നും അല്ല, നിങ്ങൾ വരിക. കെട്ടിന്റെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പാളയുടെ ഒരു കൂമ്പാരം. അപ്പോ മോൻ താഴത്ത് നിന്ന് ചിരിച്ചോണ്ട് ഉള്ളിൽ ചിരി പുറത്തേക്ക് ഉണ്ട്. അപ്പൊ ഇതെന്താ ഇത്രയും പാളകളോടെ വരാൻ കാരണം പറഞ്ഞു. അപ്പോ മോൻ പറയാണ്, അച്ചോ എനിക്ക് അടുത്ത കൊല്ലം തൊട്ട് സ്കൂളിൽ പോകണം, സ്കൂൾ തുറക്കാറായില്ലേ, എനിക്ക് പാള കുത്താനൊന്നും നേരം ഉണ്ടാവില്ല. അച്ചാച്ചന്റെ പാളയല്ലേ, അച്ചാച്ചന്റെ പാള അത് അച്ഛന് കൊടുക്കാം. അച്ഛൻ അവകാശപ്പെട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അച്ഛന് അവകാശപ്പെട്ടില്ല, ഈ പാളി അച്ഛന് അവകാശപ്പെട്ടതാണ്. അതാണ് പറയണേ, അച്ചാച്ചൻ പാള അച്ഛനുള്ളതാണ് കേട്ടോ എന്ന് പറയണത്.